കണ്ണൂർ വിഷൻ BMH ക്വസ്റ്റ്യൻ അവറിൽ ഈ ആഴ്ച നമ്മളോടൊപ്പം അതിഥിയായി ചേരുന്നത് യൂത്ത് കോൺഗ്രസ് കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് വിജിൽ മോഹനാണ്. വോട്ടെടുപ്പിന് ശേഷം തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് UDF ഉള്ളത്. കണ്ണൂർ ജില്ലയിൽ ചുരുങ്ങിയത് 6 സീറ്റിലെങ്കിലും ജയിക്കാൻ കഴിയും എന്ന് ഉറപ്പിച്ചു പറയുകയാണ് വിജിൽ മോഹനൻ. അതിന് ഒട്ടേറെ കാരണങ്ങളുണ്ട്. UDFന് അനുകൂലമായ തരംഗവും ഉണ്ടായിട്ടുണ്ട്. തളിപ്പറമ്പിലടക്കം ഇത്തവണ വിജയിക്കും എന്ന ആത്മവിശ്വാസമാണ് വിജിൽ മോഹനൻ പ്രകടിപ്പിക്കുന്നത്. കേരളത്തിൽ 100 സീറ്റുകൾക്കധികം സീറ്റുകൾ നേടിക്കൊണ്ട് UDFൻ്റെ ഒരു ഗവൺമെൻറ് അധികാരത്തിൽ വരുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും. ഇലക്ഷൻ്റെ ഒരു പ്രകടനം നോക്കുകയാണെങ്കിൽ 11 സീറ്റുകളിലും മുന്നേറ്റം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സാധ്യത UDFനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരുന്നു. അത് ഉപയോഗിച്ചിട്ടുമുണ്ട്. ഞങ്ങളുടെ കയ്യിലുള്ള 2 മണ്ഡലങ്ങൾ നമ്മൾ നിലനിർത്തും. ഇത്തവണ വിസ്മയങ്ങൾ തീർത്ത 2 മണ്ഡലങ്ങളിൽ നിർബന്ധമായും അതിലൊരു മണ്ഡലം ഞങ്ങൾക്ക് 100% ഗ്യാരണ്ടിയായി തിരിച്ചു വരുമെന്നാണ് എൻ്റെ വിശ്വാസം. ഞങ്ങൾക്ക് കഴിഞ്ഞ കാലങ്ങളിൽ നഷ്ടപ്പെട്ടു പോയ മണ്ഡലങ്ങളൊക്കെ തിരിച്ചു വരും. തളിപ്പറമ്പ് മണ്ഡലത്തിൽ UDFൻ്റെ സ്ഥാനാർത്ഥി ജയിച്ചു വരുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. മെയ് 4 ശേഷം CPMൽ വലിയ പൊട്ടിത്തെറികൾ സംഭവിക്കാൻ പോവുകയാണ് എന്ന നിരീക്ഷണം കൂടി നടത്തുന്നുണ്ട് വിജിൽ മോഹനൻ. കണ്ണൂരിൽ ഏതെങ്കിലും തരത്തിൽ ഒരു പ്രയാസം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകില്ല എന്ന് ഉറപ്പിച്ചു പറയുന്നുമുണ്ട് വിജിൽ മോഹനൻ. ഇത്തരം നിരവധി കാര്യങ്ങളാണ് ഈ ക്വസ്റ്റ്യൻ അവറിൽ വിജിൽ മോഹനൻ നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. തളിപ്പറമ്പിലെ CPM പാർട്ടിക്കകത്ത് ഇങ്ങനെ പുകയുന്ന ഒരുപാട് പ്രശ്നങ്ങൾ, ആ പ്രശ്നങ്ങളൊക്കെ പൊട്ടിത്തെറിച്ചുകൊണ്ട് മുന്നോട്ട് വരും, പുറത്തേക്ക് വരും. അതിൻ്റെ അന്തിമ റിസൾട്ട് എന്ന് പറയുന്നത് മെയ് 4 വോട്ടെണ്ണുമ്പോൾ തളിപ്പറമ്പ് നിയോജക മണ്ഡലത്തിൽ UDFൻ്റെ സ്ഥാനാർത്ഥി UDF പിന്തുണയ്ക്കുന്ന സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിരുന്ന TK ഗോവിന്ദൻ MLA ആവും എന്നുള്ളതാണ് അതിൻ്റെ അന്തിമ റിസൾട്ട് എന്ന് പറയുന്നത്. പരക്കെ അക്രമങ്ങൾ, നിരവധി പ്രവർത്തകരാണ് ഇന്ന് ആശുപത്രിയിൽ മർദ്ദനമേറ്റ് ചികിത്സയിൽ കഴിയുന്നത്. അപ്പോൾ അതിൻ്റെയൊക്കെ അന്തിമ റിസൾട്ട് എന്ന് പറയുന്നത് തളിപ്പറമ്പിലെ LDFൻ്റെ പരാജയവും UDFൻ്റെ ചരിത്രത്തിൽ ചരിത്രം തിരുത്തി കുറിച്ചുകൊണ്ടുള്ള തളിപ്പറമ്പിൻ്റെ തലവര മാറ്റുന്ന ഒരു റിസൾട്ടായിരിക്കും. ഇപ്പം നിലവിൽ ഭരണത്തിലുള്ള ഈ പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് നേതൃത്വം നശിപ്പിക്കുന്നു എന്നുള്ളത് തിരിച്ചറിഞ്ഞുകൊണ്ട് ഭൂരിപക്ഷം CPM പ്രവർത്തകരും ഇത്തവണ വോട്ട് ചെയ്തിരിക്കുന്നത് UDFനാണ് എന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. കോൺഗ്രസിലെ തിരുത്തൽ ശക്തിയായാണ് എന്നും യൂത്ത് കോൺഗ്രസ് നിന്നിട്ടുള്ളത്. UDF അധികാരത്തിൽ വന്നാലും അക്കാര്യത്തിൽ ഒരു മാറ്റവും ഉണ്ടാകില്ല എന്നാണ് വിജിൽ മോഹനൻ വ്യക്തമാക്കുന്നത്. സ്ഥാനാർത്ഥി നിർണയത്തിൽ പലവിധത്തിലുള്ള പ്രയാസങ്ങളും ഉണ്ടായിട്ടുണ്ട് എന്നും തുറന്നു പറയുന്നുണ്ട് ഈ അഭിമുഖത്തിൽ വിജിൽ മോഹനൻ. കണ്ണൂർ വിഷൻ BMH ക്വസ്റ്റ്യൻ അവർ ഞായറാഴ്ച രാത്രി 9 മണിക്ക് കണ്ണൂർ വിഷനിൽ. മറക്കാതെ കാണുക ക്വസ്റ്റ്യൻ അവർ.